പിന്നെ അവസാനം പറഞ്ഞു, കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ പോരാ, യാതൊരു പരിധിയുമില്ലാതെ കൊടുക്കുന്ന, പരിധിയില്ലാതെ കൊടുക്കും. എന്തും കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. പടച്ച റബ്ബിന് എന്തെല്ലാം സിഫാത്തുണ്ടോ, അല്ലാഹു തആലക്ക് എന്തൊക്കെ സവിശേഷതയുണ്ടോ, അത് മുഴുവനും മഹാന്മാർ കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. വഹാബിയാളാരാ അതിന് പരിധി വെക്കാൻ എന്ന് അലവി സഖാഫി ചോദിച്ചത്. അല്ല കൊടുക്കുന്നതിന് പരിധി വെക്കാൻ നിങ്ങളാരാതാ? കേൾക്കട്ടെ അദ്ദേഹത്തിന് ആ ചോദ്യം. അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കും എന്നാ ചോദിച്ചു. കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുന്ന നമ്മൾ പറയണത്, കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കും, കൊടുക്കാത്ത കഴിവ് കൊണ്ടല്ല ഈ സഹായിക്കണത്. അങ്ങനെ എവിടെ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മഹാത്മാക്കൾക്ക് അല്ലാഹു കയ്യും കണക്കുമില്ലാതെ കൊടുക്കും. അത് ഇത്രേ കൊടുക്കൂന്ന് നിങ്ങൾ ഇങ്ങനെ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ കണക്കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ റസൂലിന് ഇപ്പൊ അന്ന് കൊടുക്കുന്ന ഇത്ര ശതമാനം, മൊയ്തീൻ ശേഖന് ഇത്ര, ആ പൂതിയാണ് മനസ്സിൽ വെച്ചടി. അള്ളാഹു കൊടുക്കുന്നത് വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോ വല്ലേ നിലത്തുന്നു വിളിപ്പോർക്ക് ബായികൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. അപ്പൊ എന്താ പറഞ്ഞത്? യാതൊരു കണക്കുമില്ല. തെളിവെന്താ? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ല റിസ്ക് കൊടുക്കുന്ന, കഴിവ് കൊടുക്കുന്നല്ല. അല്ല ഉപജീവന മാർഗം നൽകും, റിസ്ക് നൽകും. അതാ എന്താക്കിയത്? കഴിവ് കൊടുക്കും. ഏത് കഴിവാ കൊടുക്കുന്നത്? അള്ളാന്റെ കഴിവാണ് കൊടുക്കുക. അല്ലാഹു തആലയുടെ എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ മഹാന്മാർക്ക് കൊടുക്കുക. അപ്പൊ എന്തായി? അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹു കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു ചെയ്യും പോലെ ചെയ്യും. അപ്പൊ ഒരു മുസ്ലിമായിട്ട് ആലോചിച്ചു, എന്നാ അള്ളാഹു പടക്കുന്ന പോലെ പടക്കുന്നു വിചാരിച്ചാ പോലെ. അപ്പൊ CM പഠിച്ചോനാ പറഞ്ഞ അവരെ കുഴപ്പമുണ്ടോ? ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രവുമല്ല, സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ ജിഫ്രി മുത്തുക്കോയ തങ്ങള്, അദ്ദേഹം പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങള് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചല്ലോ, അള്ളാഹു ചെയ്യുന്ന എല്ലാ മഹാന്മാര് ചെയ്യുന്ന, കേട്ടോളൂ നിങ്ങൾ. അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയടോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ, അള്ളാഹു അറിയുന്നതൊക്കെ അറിയും, പക്ഷെ അള്ളാഹ് അറിയുന്ന പോലെയല്ല. എങ്ങനെ? അള്ളാഹു അറിയുന്നതൊക്കെ അറിയും, അള്ളാഹ് ചെയ്യുന്നതൊക്കെ ചെയ്യും, പക്ഷെ അള്ളാഹ് അറിയുന്ന പോലെയല്ല. എന്താ വ്യത്യാസം? അള്ളാഹ്ക്ക് സ്വയം കഴിവുണ്ട്, മറ്റൊരു അള്ളാഹ് കൊടുത്തതാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ പടച്ചോനും സൃഷ്ടിയും തമ്മിൽ ഇപ്പൊ ഏക വ്യത്യാസം എന്താ? അള്ളാഹ്ക്ക് സ്വയം കഴിവുണ്ട്, ബാക്കിയുള്ളവർക്ക് അള്ളാഹ് കൊടുത്ത കഴിവാണ്. വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. പണ്ടൊക്കെ സുന്നി മദ്രസയിൽ ഞങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അള്ളാഹ്ക്ക് വാജിബായ 20 സിഫത്ത്, മുസ്തഹീലായ 20 സിഫത്ത്, ജായിസായ 1 സിഫത്ത്, 41 സിഫത്തിലൊക്കെ പറഞ്ഞ അന്ന് എണ്ണി പഠിച്ചു പോന്നിരുന്നു. ഇനിയിപ്പോ അതിനൊന്നും പ്രസക്തിയില്ല. ഇപ്പൊ അല്ലാഹു തആലയും സൃഷ്ടികൾ തമ്മിൽ വ്യത്യാസപ്പെടുന്ന ഏക വ്യത്യാസം എന്താ? അല്ലാഹു സമദാണ്, സ്വയം കഴിവുള്ളവനാണ്. ബാക്കിയൊന്നും അല്ലാഹ് സമീആണ്, സൃഷ്ടിയും സമീആണ്. അല്ലാഹ് എന്തൊക്കെ കേൾക്കോ അതൊക്കെ മഹാന്മാരും കേൾക്കുമത്രേ. അല്ലാഹ് എന്തെല്ലാം കാണുമോ അതൊക്കെ മഹാന്മാരും കാണും. അല്ലാഹു എന്തെല്ലാം പ്രവർത്തിക്കുമോ അതൊക്കെ മഹാന്മാരും പ്രവർത്തിക്കും. വ്യത്യാസം എന്താ? ഒന്ന് സ്വയമുള്ളത്, മറ്റൊന്ന് കൊടുക്കുന്ന കഴിവ്. ഈ വ്യത്യാസമേ ഉള്ളൂ എന്നിടത്തേക്ക് രണ്ട് സമസ്തയും എത്തി. അവസാനം അതും വിട്ട് അതിനപ്പുറത്തേക്കാണ് പിന്നെ പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വാദവുമായി ബന്ധപ്പെട്ട് 5ാമത്തെ ചോദ്യം ചോദിക്കാനുള്ളത്, അള്ളാഹു ചെയ്യുന്നതെല്ലാം മഹാന്മാരും ചെയ്യുമെന്നത് സമസ്തയുടെ ഔദ്യോഗിക വാദം തന്നെയാണോ? സമസ്തയുടെ ഔദ്യോഗിക വാദം തന്നെയാണോ? ഏത്? അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യവും മഹാന്മാരും ചെയ്യും എന്നത് സമസ്തയുടെ ഔദ്യോഗിക വാദമാണോ? അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം അത് ആണ് എന്നാണെങ്കിൽ പിന്നെ ഈ പാട്ടിനെ കുറ്റം പറയാൻ പറ്റൂല. അല്ല എന്നാണെങ്കിലോ ജിഫ്രിയെ പിടിച്ച് പ്രസിഡന്റ് ആക്കാൻ പറ്റൂല. രണ്ടാലൊന്ന് തീരുമാനമാവേണ്ടതുണ്ട്. അതും